പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷീകരണത്തെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പ്രത്യേക ആവശ്യം ഇപ്പോൾ സമർപ്പിക്കുക. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അമ്മേ പരിശുദ്ധമ്മേ, ദേവമാതാവേ, അമ്മയുടെ പ്രത്യക്ഷീകരണ സ്ഥിരീകരണത്തിനാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. ഞങ്ങളുടെ ഓരോ അനുഭവങ്ങളിലൂടെ അടയാളങ്ങളിലൂടെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സ്ഥിരീകരിക്കപ്പെട്ട സാക്ഷിയായി ജീവിക്കുവാൻ അങ്ങയുടെ മക്കളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഭവനങ്ങളിലെ പിരിമുറുക്കത്തോടുകൂടി ഉറക്കമില്ലാത്തവർ, പ്രഷർ കൂടുന്നവർ, അതിൻ്റെ പേരിൽ പല രോഗങ്ങളാൽ മനസ്സിടിഞ്ഞു പോകുന്നവർ ഉണ്ട്. കർത്താവേ, ഈ പ്രാർത്ഥനയുടെ ശക്തിയാൽ അവരെ നീ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദിവ്യീശോയെ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ അനുസ്മരിക്കണമേ. കർത്താവേ, നിന്റെ നാമത്തിൽ അടിയൻ ഇക്കാലങ്ങളെല്ലാം ചെയ്തിട്ടുള്ള സുവിശേഷ വേലകൾ നീ ഓർക്കണമേ. അത് ഓർത്തുകൊണ്ട് ആരെല്ലാം ഇപ്പോഴ് ഈ പ്രാർത്ഥനയുടെ കീഴിൽ വരുന്നുവോ, ആരെല്ലാം ഈ പ്രാർത്ഥനയിൽ ആശ്വാസം പ്രാപിക്കുന്നതിന് വേണ്ടി നിന്റെ തിരുസന്നിധിയിൽ കണ്ണുകളടച്ച് കൈകൾ കൂപ്പി നിൽക്കുന്നുവോ, കർത്താവേ, അതെല്ലാം അവരുടെ യോഗ്യത കൊണ്ടല്ല, ഞങ്ങളുടെ പാപങ്ങളെല്ലാം വിസ്മരിച്ചുകൊണ്ട് അങ്ങയുടെ പീഡാനുഭവത്തിന്റെ യോഗ്യതയാൽ നീ അവരുടെ കണ്ണെത്തുന്നുവെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ തിരുസന്നിധിയിൽ ശിരസ്സ് നമിച്ചുകൊണ്ട് കൈകൾ കൂപ്പി നിൽക്കുന്ന, അതിരുപൊടി നിൽക്കുന്ന മക്കളുടെ മേൽ നിന്റെ തിരുമുറുപാടുന്ന വലതുകിടത്തിന്റെ ആശീർവാദം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, എല്ലാ മാലാഖമാരെ, രക്തസാക്ഷികളെ, വിശ്വാസപിതാവേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. കർത്താവേ, സുവിശേഷത്തിന് വേണ്ടി രാത്രിയും പകലും ജീവിക്കുന്ന അനേകം മക്കളുണ്ട്. കർത്താവേ, അവരുടെ പ്രാർത്ഥന ചേർത്തുകൊണ്ട് കർത്താവേ, അത്ര കണ്ട് സുവിശേഷ വിഹിതമല്ല എന്നാൽ ജീവിതത്തിലെ താങ്ങാനാവാത്ത ജീവിത പ്രസംഗമായിട്ട് ദൈവദിവസത്തിന് വരാൻ പോലും യോഗ്യതയില്ലെന്ന് കരുതിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ പോലും മനസ്സ് മടിഞ്ഞു നിൽക്കുന്ന മക്കളുടെ മേൽ കർത്താവേ, അങ്ങയുടെ പീഡാനുഭവത്തിന്റെ യോഗ്യതയാൽ, സഭയുടെ പ്രാർത്ഥനയുടെയും പ്രേക്ഷിത പ്രവർത്തനങ്ങളുടെ യോഗ്യതയാൽ അങ്ങ് പ്രഭാതത്തിൽ അവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ ജീവിക്കാൻ മാർഗമില്ലാത്തവരെ
ജീവിത മാർഗങ്ങൾ നഷ്ടപ്പെട്ടു പോയവരെ, ജപ്തിക്കും അതുപോലെ തന്നെ വിറ്റുമാറി അന്യാധീനപ്പെട്ടു പോയവരെ, ഇങ്ങനെ ഓരോരോ തരത്തിൽ ഓരോരോ വിഷമത അനുഭവിക്കുന്നുണ്ട് ഈശോയെ. അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ 40-ലേറെ വർഷമായിട്ട് കർത്താവ് ജീവിത പങ്കാളി കിട്ടാത്തവരുണ്ട് ഈശോയെ. അവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോരോ ഉദ്യമത്തിനായി കർത്താവ് അങ്ങയുടെ മക്കൾ അങ്ങയുടെ തിരുസന്നിധിയിൽ നിന്ന് അങ്ങയുടെ ഭവനത്തിൽ നിന്ന് ഇറങ്ങിപ്പോരുമ്പോൾ കർത്താവ് അവരുടെ യോഗ്യതയല്ല, അവരുടെ കഴിവ് കൊണ്ടല്ല, അങ്ങയുടെ കൃപ കൊണ്ട് അവർ കണ്ണീരോടെയാണ് വിതക്കുന്നതെങ്കിലും കർത്താവ് ജയഘോഷത്തോടെ കവിത കറ്റുമായി തിരിച്ചെത്തുന്ന കർഷകനെ പോലെ സങ്കീർത്തനത്തിൽ പാടുന്ന പോലെ കർത്താവ് തിരിച്ചു വരാൻ, നിന്റെ നാമത്തെ മഹത്വത്തിൽ തിരിച്ചു വരാൻ ഇന്നത്തെ ദിവസം കർത്താവിൻ്റെ നാമത്തിൽ പരിശുദ്ധയുടെ മാധ്യസ്ഥത്തിൽ പിതാവിൻ്റെയും പുത്രനും പരിശുദ്ധാത്മ ശക്തി ആശീർവദിക്കുന്നു. ഈ ദിവസങ്ങളിലേ നമ്മളുടെ എൻ്റെ ഇടവക തൈക്കാട്ടുശ്ശേരിയിൽ ഇടവകയിൽ ചെന്നപ്പോൾ അവിടെ നോൻപാചരണത്തിന് വേണ്ടി ചെന്നപ്പോൾ പള്ളിയുടെ പുറകിൽ ആണ് എൻ്റെ മുറി, പള്ളിമുറി. അതിൻ്റെ ഫ്രണ്ടിൽ ഞാനൊരു പൊട്ടിക്ക കെട്ടിയിട്ടുണ്ട്. അവിടെ ഇരുന്നാണ് ഞാൻ പണ്ട് എഴുതുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം ഞാൻ ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ പോയി ഇരുന്നപ്പോഴുണ്ട് നമ്മുടെ ഇംഗ്ലീഷ് കൊന്നകളൊക്കെ പൂത്ത് നിൽക്കണേ. ഞാൻ ഇംഗ്ലീഷ് കൊന്നയോട് പറഞ്ഞു, 1.5 മാസം തെറ്റി അല്ലേ എന്ന് ചോദിച്ചു. കാര്യം ഇവർ പണ്ട് ഇംഗ്ലീഷ് കൊന്നകളൊക്കെ പൂക്കണത് ജനുവരി മാസത്തിലായിരുന്നു. ജനുവരി ഒരു 25ഓടുകൂടിയായിരുന്നു. ഇപ്പോഴത് ഫെബ്രുവരി 25 കഴിഞ്ഞിട്ട് മാർച്ച് മാറുന്നത്. ഒരു മാസം ഗ്യാപ്പ്, 1 മാസത്തെ ഡിഫറൻസ് നമുക്ക് കാലാവസ്ഥ സംഭവിച്ചിട്ടുണ്ട്. നോമ്പ് കാലം ഒരു കാലാവസ്ഥയാണ്. ആത്മാവിൻ്റെ ഒരു പുനർജനിക്ക് വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പാണ് ഇപ്പോൾ നമ്മുടെ കേരള കാത്തലിക് ചർച്ചിൽ ഒരു ട്രഡീഷൻ ഉള്ളത്. സീറോ മലബാറിലും ഉണ്ട്, ലത്തീനിലും ഉണ്ട്. അതായത് കരി ഓശാന ഞായറാഴ്ച നമ്മൾ ഉപയോഗിക്കുന്ന ഓലകളെ സൂക്ഷിച്ച് വെക്കുമ്പോൾ അത് ഉണങ്ങിയിട്ട് ഈ കരിക്കുരി ബുധനാഴ്ച അത് പൊടിച്ച് കരിച്ച് എണ്ണ ചേർത്ത് അവർ തപസ്സിൻ്റെ അടയാളമായിട്ട് നെറ്റിക്ക് പൂശും. അപ്പം ഈ പൂശുന്ന അടയാളം ഞാൻ എന്ത് ചെയ്തുകൊണ്ട് വിശദീകരണം ചോദിച്ചു കഴിഞ്ഞാൽ ഒത്തിരി അക്രൈസ്തവരായ സഹോദരൻ എന്നെ കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ ഇത് ഇങ്ങനെ വിശദീകരിച്ച് പറയാം. കത്തോലിക്കോട് പറഞ്ഞ കാര്യമില്ല. പക്ഷേ മലങ്കരക്കാർക്കും അതുപോലുള്ള ഒരു അടിയന്തരം ഞാൻ കണ്ടിട്ടില്ല. അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ പറയേണ്ടി വരണത്. അപ്പം ഇത് തപസ്സിൻ്റെ ഒരു കാലം. തപസ്സിൻ്റെ ഒരു കാലം എന്താണ് ഉദ്ദേശിക്കുന്നത്? തപസ്സിൻ്റെ ഒരു കാലം അതായത് സഭ നമ്മുടെ നിത്യത്തിലേക്കുള്ള യാത്രയിൽ ചില കാര്യങ്ങൾ നമ്മൾ അറിയണമെന്ന് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് എന്തിനാണ് നോൻപെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിയമാവർത്തനമാണിത് പറയണത്. കാര്യം നമ്മൾ ഉപവാസമല്ലേ. ഇപ്പോൾ ഉപവാസം ഒന്നാമത്തെ എന്താണ്? ഭക്ഷണപാനീയങ്ങളുടെ മേലുള്ള മിതത്വം പാലിക്കൽ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഘടകമാണല്ലോ. അപ്പോഴേ എന്തിനാണ് അങ്ങനെ ഭക്ഷണപാനീയങ്ങളുടെ മിതത്വം പാലിച്ച് നമ്മൾ 1 നേരമോ 2 നേരമോ ഉപവസിക്കണേ? എന്തുകൊണ്ടാണ്? അപ്പോൾ വിശപ്പ് അറിയണേ. നിയമാവർത്തന പുസ്തകമാണ് അതിൻ്റെ മെയിൻ സംഭവം. എന്തിനാണ് വിശപ്പ് അറിയണത്? നിയമാവർത്തനം 8:3 എടുത്തേ. അവിടുന്ന് നിങ്ങളെ എളിമപ്പെടുത്തുകയും അവിടുന്ന് നിങ്ങളെ എളിമപ്പെടുത്തുകയും വിശപ്പറിയാൻ വിടുകയും നിങ്ങൾക്കും നിങ്ങളുടെ പിതാക്കന്മാർക്കും അപരിചിതമായിരുന്ന മന്ന കൊണ്ട് നിങ്ങളെ സംതൃപ്തരാക്കുകയും ചെയ്തത് അപ്പം കൊണ്ട് മാത്രമല്ല. അത് നമുക്ക് അടുത്ത പ്രാവശ്യത്തെ ധ്യാനത്തിലെടുക്കാം. അപ്പം കൊണ്ട് മാത്രമല്ല. അപ്പം ഇവിടെ എന്താണ് വിശപ്പറിയാൻ വിടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, നോൻപിൻ്റെ ഉദ്ദേശം എന്താണ്? വിശപ്പ് അറിയാൻ വിടുക തന്നെയാണ്. അപ്പം നമ്മൾ ഓർക്കും വിശപ്പ്, നമ്മുടെ വിശപ്പ്, നമുക്ക് വിശപ്പുണ്ടെന്ന് നമ്മൾ അറിയണം. അത് മാത്രമല്ല സംഭവം, മറ്റുള്ളവരുടെ വിശപ്പ് നമ്മൾ അറിയണം. മറ്റുള്ളവരുടെ വിശപ്പ് അറിയുമ്പോൾ പഴയ നിയമത്തിൽ എളിമപ്പെടുത്താൻ വേണ്ടിയുള്ള അഹങ്കാരം അമർച്ച ചെയ്യുക എന്നുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളൂ. പക്ഷെ പഴയ നിയമത്തിൽ വിശപ്പ് അറിയുന്നത് നിയമാവർത്തനം 8:3 അനുസരിച്ചുകൊണ്ട് അഹങ്കാരം അമർച്ച ചെയ്യുക, എളിമപ്പെടുത്തുക, എന്നിട്ട് ദൈവത്തിന്റെ ശക്തി പ്രവർത്തിക്കാനുള്ള സാഹചര്യം സംജാതമാക്കുക എന്നാണ് അതിന്റെ ഉദ്ദേശം. അതുകൊണ്ടാണ് നമ്മൾ സൈന്യത്താലെ അല്ല, ശക്തിയാലെ അല്ല, കർത്താവിന്റെ ആത്മാവിലാണെന്ന് പറയണില്ലേ സക്കറിയായിൽ നമ്മൾ വായിക്കണേ 4:6. അതിന്റെ കാരണം എന്താണ്? ഈ സൈന്യവും ഇതെല്ലാം ഉദ്ദേശിക്കുന്നത് അതിൻ്റെ അപ്പുറത്ത് ദൈവത്തിൻ്റെ ഒരു സ്പേസ് ഉണ്ട്. എൻ്റെ കഴിവ്, എൻ്റെ പണം, എൻ്റെ പാർട്ടി, എൻ്റെ ബുദ്ധി. പക്ഷെ അങ്ങനെ പറയുമല്ല, എനിക്ക് ബുദ്ധി ഉണ്ടായിരുന്നു. ചേട്ടാനിമാരും വഴക്കെടുമ്പോൾ പറയത്തില്ലേ, നീ പഠിച്ചില്ല, അതിന് ഞാൻ എന്ത് ചെയ്യാനാ? എനിക്ക് ബുദ്ധി ഉണ്ടായിരുന്നു, ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചു, ഞാൻ ജയിച്ചു, എനിക്ക് ജോലി കിട്ടി. നീ പഠിച്ചില്ല, അപ്പോഴ് നീയോ ഞാനോ എന്നൊക്കെ വെച്ചോണ്ട് അപ്പം ഞാൻ എനിക്ക് ബുദ്ധി ഉണ്ടായിരുന്നു. അതൊക്കെ ബുദ്ധി എവിടെ നിന്ന് കിട്ടി? ദൈവം തന്നതല്ലേ.
അതൊന്ന് മനസ്സിലാക്കുമ്പോഴല്ല എളിമ വരണത്. അല്ലെങ്കിൽ അതിൻ്റെ താനെ തന്നെ ഉണ്ടാക്കിയെടുത്ത ബുദ്ധിയാണെന്ന് തോന്നിപ്പോകും. ബുദ്ധി ഇല്ലാത്ത അവസരമാണ് നീ ജനിച്ചതെങ്കിൽ എന്ത് ചെയ്തേനെ? അപ്പം അതൊക്കെ ദൈവത്തിൻ്റെതാണെന്ന് തിരിച്ചറിയണം. ഈ നോൻപിൻ്റെ ഉദ്ദേശം അങ്ങനെയാണ് നമ്മൾ എളിമപ്പെടണത്. അത് പൗലോസ് അവസാനം പറയും. പൗലോസ് ഭയങ്കര വില്ലനായിരുന്നു. നിങ്ങൾ റോമൻ പൗരനാണെങ്കിൽ ഞാനും റോമൻ പൗരനാണ് എന്നൊക്കെ പറയുന്ന ആളായിരുന്നു. അവസാനം അദ്ദേഹം പറയുന്നത് എന്താണ്? ഞാൻ എന്തായിരിക്കുന്നുവോ അത് കർത്താവിൻ്റെ കൃപയാലാണെന്ന് പറയും. ഇത് ഒരു പറച്ചിലല്ല, ഒരു അറിവിനേക്കാളുപരി ഒരു തിരിച്ചറിവാണ്. അതായത് നോൻപ് കാലത്ത് ഒരു തിരിച്ചറിവുണ്ടാവണം. അതിനാണ് എളിമപ്പെടണമെന്ന് പറയണത്. ഇങ്ങനെ പറയും, റെഡിമെയ്ഡായിട്ട് അലക്കി തെച്ച വർത്തമാനങ്ങൾ നമുക്ക് എത്ര വേണമെങ്കിലും പറയാം. എളിമയായിട്ട് തോന്നും. ചുമ്മാ മനസ്സിൽ തട്ടണമെന്നല്ല. ഒരു മനുഷ്യൻ്റെ തിരിച്ചറിവുണ്ട്. ആ തിരിച്ചറിവിലേക്ക് അവൻ തന്നെ അത് മനസ്സിലാക്കും. എന്താണ്? നമ്മളുടെ വീക്ക്നെസ് മനസ്സിലാക്കും. അപ്പം അത് ആ മനസ്സിലാക്കുമ്പോൾ അറിയാവുന്ന ഒരു അന്തർജ്ഞാനമുണ്ട്. അതെന്താണ്? അതെന്ന് പറയണത് ഞാൻ എന്തായിരിക്കുന്നുവോ അത് കർത്താവിൻ്റെ കൃപയാലാണ്. അപ്പം ദൈവത്തിനായിരിക്കും ഒന്നാം സ്ഥാനം കൊടുത്ത് നമ്മൾ ചിന്തിക്കുന്നത്, പെരുമാറുന്നത്, സംസാരിക്കുന്നത്, സമീപിക്കുന്നത്. അതൊരു സമ്പ്രദായമായി മാറും. നമ്മുടെ തന്നെ ഒരു സംസ്കാരമായിട്ട് മാറും. അല്ലെങ്കിൽ നോൻപ് കാലത്ത് ഈ സംസ്കാര രൂപീകരണമാണ് ശരിക്കും പറഞ്ഞാൽ സുവിശേഷ വിഹിതമായ അനുഗ്രഹം ആവഹിക്കാനും ദൈവത്തിന് വേണ്ടി ജീവിക്കാനും വേണ്ടി നമ്മളെ സഹായിക്കുന്നത്. അതിനുവേണ്ടിയുള്ള പരുവപ്പെടുത്തലാണ് ഈ നോൻപ് കാലം എന്ന് പറയണത്. അല്ലെങ്കിൽ പാപത്തിന് പരിഹാരം ചെയ്യുന്നത് മാത്രമല്ല. ഇതാണ് 1 കൊരിന്ത്യർ 15:10 എന്ന് പറയണത്. ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. അത് ദൈവകൃപയാലാണ്. എന്റെ മേൽ ദൈവം ചൊരിഞ്ഞ കൃപ നിഷ്ഫലമായി പോയിട്ടില്ല. നേരെ മറിച്ച് മറ്റെല്ലാവരെയും കാൾ അധികം ഞാൻ അധ്വാനിച്ചു. എന്നാൽ ഞാനല്ല എന്നിലുള്ള ദൈവകൃപയാണ് അധ്വാനിച്ചത്. അപ്പൊ ഞാനല്ല എന്ന് പറയണില്ലേ? ഞാനാണെന്നല്ല പുള്ളി അദ്ദേഹം പറഞ്ഞത്. ആദ്യം നിങ്ങൾ ഞാൻ ഹെബ്രായനാണ്, റോമൻ പൗരനാണ്, പരിസയനാണ്, ആണെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ പറയണത് ഞാനല്ല എന്ന് പറയത്തില്ല. ആദ്യത്തെ അറിവും പിന്നത്തെ തിരിച്ചറിവുമാണ്. പക്ഷേ തിരിച്ചറിവ് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തിനാണ്? ദൈവത്തിന് നമ്മളിൽ പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു ഇക്കോളജി, ഒരു സ്പിരിച്വൽ ഇക്കോളജി, ഒരു ആധ്യാത്മിക പരിസ്ഥിതി രൂപീകരിക്കുന്ന ഒരു കാലമാണ് ശരിക്കും പറഞ്ഞാൽ നോൻപ് കാലങ്ങൾ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അത് സ്വഭാവം, ഒരു മനുഷ്യന്റെ സ്വഭാവമില്ലേ, അത് ചിലപ്പോൾ സുവിശേഷ ആയിരിക്കത്തില്ല. സ്വന്തം ഭാവത്തെ സുവിശേഷ വിഹിതമാക്കുന്ന ഒരു പ്രക്രിയയാണ് ഈ നോൻപ് കാലത്ത് നടക്കുന്നത്. നോൻപ് കാലം അത് ദൈവസ്നേഹമുള്ളവർക്ക് അത് തുടർക്കാലമാണത്. സ്വന്തം ഭാവം, ഈ സ്വഭാവം പിന്നീട് സുവിശേഷ വിഹിതമായി കഴിയുമ്പോൾ സുവിശേഷ ഭാവമായി മാറും. ഈ സുവിശേഷ ഭാവം പിന്നീട് സുവിശേഷ ഭാവമായതിന് അത് റെക്കർ ചെയ്ത് വരുമ്പോൾ സുവിശേഷ ശീലങ്ങൾ വരും. ഹാബിറ്റ്, ഇത് റിപ്പീറ്റഡ് ആക്ഷൻ ആണല്ലേ ഹാബിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ശീലം, സ്റ്റൈല്, ഒരു സുവിശേഷത്തിൻ്റെ സ്റ്റൈല് വരും ലൈഫിൽ. പിന്നെ ഈ ശീലം തന്നെ പിന്നെ റെക്കർ ചെയ്ത് കുറേ വർഷങ്ങൾ എടുത്തു കഴിയുമ്പോൾ അതൊരു ശീലം, ഒരു സമ്പ്രദായമായി മാറും. അപ്പോൾ അവിടെ ഒരു സമൂഹം കൂടി ഉണ്ടാകും അതിൻ്റെ കൂടെ. കാര്യം അതേ ശൈലിയിൽ പ്രവർത്തിക്കുന്നവരുടെ ഒരു സമൂഹം ഉണ്ടാകും. സമൂഹം സമ്യക്കായിട്ടിങ്ങനെ അത് ഒരേ രീതി പ്രവർത്തിച്ച് വരുമ്പോഴാണ് നമ്മൾ സമ്പ്രദായങ്ങൾ ഉണ്ടാകുന്നത്. ഈ സമ്പ്രദായങ്ങൾ കാലങ്ങളെ ഒരു സമൂഹം, ഒരു പ്രത്യേക സമ്പ്രദായത്തിൽ വളരുന്ന സമൂഹം അല്ലെങ്കിൽ സമുദായം അത് കാലങ്ങളിലൂടെ സഞ്ചരിച്ച് കഴിയുമ്പോൾ സംസ്കാരമായിട്ട് മാറും. അപ്പോൾ നോൻപിൻ്റെ ഉദ്ദേശം ഒരു സുവിശേഷ സംസ്കാരം നിങ്ങളിൽ രൂപപ്പെട്ട് വരിക എന്നുള്ളത്, നമ്മളിൽ രൂപപ്പെട്ട് വരിക എന്നുള്ളതാണ്. അങ്ങനെയുള്ള വളരെ അതിൻ്റെ ഒരു നാന്ദിയായിട്ടാണ് ഈ കരിക്കുരു നമ്മൾ നെറ്റിൽ പൂശണത്. അല്ലാതെ കുർബാന സ്വീകരിച്ച ശേഷം ചില അണ്ണന്മാർ പറഞ്ഞു നിൻ്റെ എന്ന് പറഞ്ഞിട്ട് അയ്യോ ഞാൻ കുർബാന സ്വീകരിച്ചാണെന്ന് പറഞ്ഞ് ആകെ കുടിച്ചിടും. ദാറ്റ് മീൻസ് ഇയാൾക്ക് മാറ്റമൊന്നുമില്ല. പിന്നെ അയാൾ ഒരു ദൈവത്തിന് നിരക്കാത്തൊരു വാക്ക് പറഞ്ഞിട്ട് പെട്ടെന്ന് ഓർക്കണം മാത്രമേ ഉള്ളൂ. മെക്കാനിക്കലായിട്ടുള്ളൊരു വെടിനിർത്തലാണത്. അതല്ല, മറിച്ച് അങ്ങനെ ഒരു സാധനം നമ്മൾക്കിത് വരത്തില്ല. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ജാൻസി അമ്മയോട് പറഞ്ഞു, അമ്മേ ആൾക്കാരൊക്കെ പിള്ളേരൊക്കെ എന്നെ IELTS വിളിക്കുന്നുണ്ട്, പക്ഷേ എനിക്ക് വയസ്സ് 35. അവിടെ പോയിരിക്കുമ്പോൾ എനിക്ക് ചമ്മലാണ്. അവിടെ 20 വയസ്സുകാരാണ് ഇരിക്കണത്. ക്ലാസ്സിൽ 20 വയസ്സുകാരാണ് ഇരിക്കണത്. എനിക്ക് വയസ്സ് 35. അവരാണെങ്കിൽ 20 വയസ്സുകാരുടെ ഇപ്പോഴത്തെ അവസ്ഥ അറിയാമല്ല, ഭയങ്കര ക്യാച്ചിങ്ങാണ്. അവർ നല്ല ഇംഗ്ലീഷ് മീഡിയത്തിൽ സ്കൂളിൽ പഠിച്ചിട്ടല്ലേ എപ്പോഴാന്ന് അവർ സായിപ്പിനെ പോലെ ഇംഗ്ലീഷ് പറയണത്. ഇവിടെ കുറേ വർഷം കഴിഞ്ഞ് ഗ്യാപ്പ് വിട്ട് ടച്ച് വിട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ വളരെ പുറകിലെ ആളായത് കാരണം മുമ്പിൽ കൊണ്ടുവരാൻ, മുമ്പിൽ ഇവരുടെ കൂടെ കോമ്പീറ്റ് ചെയ്യാൻ കോൺഫിഡൻസ് ഇല്ല. പക്ഷേ മദർ കോൺഫിഡൻസ് കൊടുക്കും.
ഉടമ്പടിയോട് കൂടി ഉടമ്പടി നിങ്ങൾക്ക് കോൺഫിഡൻസ് തരും. അമ്മ ഇവളുടെ കോൺഫിഡൻസ് കൊടുത്ത് പറയും, നീ അവളുടെ കൂടെ ഒന്ന് എളിമപ്പെട്ടാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. നീ അവർ കൊച്ചുപിള്ള, അവർ 70 വയസ്സുകാരാണ്, നീ 35 പറഞ്ഞുകൊണ്ട് നീ ചമ്മരുത്, അതിൻ്റെ അഹങ്കാരമാണ്. നീ എളിമപ്പെടണം, എളിമപ്പെട്ട് അവിടെ കൂടെ പോയി ഇരിക്കണം. ബാക്കിയുള്ളത് ചെയ്യണതാരാ? ഞാനാ. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും ചിന്തിക്കേണ്ട കാര്യം, നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞാൽ ചെയ്താൽ മതി. അതിൻ്റെ ഫലം ആരുടെ കയ്യിലാണ് ഉള്ളത്? ദൈവത്തിൻ്റെ കയ്യിലാണ്. ഇതൊരു വിശ്വാസത്തിൻ്റെ യാത്രയാണ്. നിങ്ങളോട് അപ്പോൾ ഞാൻ അത് മനസ്സിലാക്കിയിട്ട് അവിടെ 20 വയസ്സുകാരുടെ കൂടെ ഇരുന്ന് പോയി പഠിച്ചു. പഠിക്കുക മാത്രമില്ല, പഠിച്ചിട്ട് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ അവൾ പാസ്സായി. ശ്രദ്ധിക്കട്ടെ, ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് അമ്മ നമ്മുടെ ജീവിതമാണ് നോക്കുന്നത്. മനസ്സിലായില്ലേ? നിൻ്റെ ജീവിതം, നിൻ്റെ അവസ്ഥ, നിൻ്റെ കണ്ണ് നിറയുന്നുണ്ടോ? നിൻ്റെ കൺകോളിൽ ഒളിച്ചിരിക്കുന്ന കണ്ണുനീര് കാണുന്ന അമ്മയുടെ സൗഹൃദമാണ് നമുക്ക് ഉടമ്പടി നൽകുന്നത്. അതുകൊണ്ടാണ് എൻ്റെ മക്കളോട് ഞാൻ പറയുന്നത്, നിങ്ങൾ അമ്മയെപ്പോലെ വിശ്വാസത്തിലും പ്രത്യാശയിലും ദൈവസ്നേഹത്തിലും ഉടമ്പടിയിൽ അങ്ങ് മുഴുകണം. അങ്ങനെ മുഴുകിയ ദൈവം ഓൺലൈനാണ്. ആൻസി പരീക്ഷയൊക്കെ പാസ്സാക്കി കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് വരും. ഇവിടെ എല്ലാവരും പ്രാർത്ഥിക്കുമല്ലോ, IELTSകാരെയും വിസ വരാത്തവരെയും ഓഫർ ലെറ്റർ വന്നവരെയും പൈസ കൊടുത്തവരെയും പ്രതിസന്ധിയിലായവരെയും എല്ലാവരെയും നേരത്തെ പ്രാർത്ഥിക്കണം. ഇപ്പം ആൻസി പറയണത്, ആൻസിയുടെ തലയെ കൈ വെച്ചിട്ട് ഞാൻ ഇവരുടെ പാസ്പോർട്ട് കൊണ്ട് അമ്മയെടുത്ത് കൊടുക്കും. പാസ്പോർട്ട് കൊടുക്കുമ്പോൾ അമ്മ 4 എന്ന് എന്നോട് പറയും. അപ്പം ഞാൻ ഇവിടെ വന്നിട്ട് പറയും, ആൻസി 4:14 അമ്മ പറയുന്നുണ്ട്. ഇപ്പോൾ കുഴപ്പമുള്ള കേസല്ലേ ഇത്, നീ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു പ്രാർത്ഥിച്ച്. 4:14 എന്ന് അമ്മ പറയുന്നുണ്ട്. അപ്പോൾ അവളത് അമ്മ പറയാതെ വിശ്വസിച്ചോ. നമുക്കറിയാം, ഇവിടെ വെക്കുമ്പോൾ നമുക്ക് മനസ്സിൽ കർത്താവ് എനിക്കൊരു ബോധ്യം തരും. അപ്പോൾ ഞാനത് അവരോട് പാസ് ചെയ്യും. അപ്പോൾ 4:14 അമ്മ പറയുന്നുണ്ട്, വെയിറ്റ് ചെയ്യാൻ പറയും. അപ്പോൾ എന്താ വെച്ചാൽ പൊട്ടക്കേസ് അല്ലേ ഇത്, നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ തന്നെ 4-ാം മാസത്തിൽ അവൾ കയറിപ്പോയി. ശ്രദ്ധിക്കട്ടെ, ഹല്ലേലൂയ. അതായത് നിങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ, ഒരു ടൈം കഴിഞ്ഞാൽ എൻ്റെ മക്കളെ മെക്കാനിക്കൽ, ഇപ്പം നമുക്കറിയാമല്ലോ, പണ്ട് ഈ ലോറിയൊക്കെ ഓടിക്കണില്ലേ, പഴയ ലോറിയൊക്കെ അല്ലേ, 5 ടൺ ലോറിയൊക്കെ ഓടിക്കുമ്പോൾ അത് മെക്കാനിക്കൽ സ്റ്റിയറിംഗ് ആണ്. അതൊക്കെ ഇങ്ങനെ സ്റ്റിയറിംഗ് പിടിച്ച് വളക്കണമെങ്കിൽ ഡ്രൈവറിൻ്റെ 18 മസിലും നമുക്ക് കാണും, പുറത്ത് കാണിക്കാതെ. ഇപ്പോഴങ്ങനെയല്ല, ഇപ്പോഴേ പവർ സ്റ്റിയറിംഗ് അല്ല, അതിങ്ങനെയല്ല കാണിക്കത്തുള്ളവർ അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ പ്രെയർ പവർ സ്റ്റിയറിങ്ങിലാക്കണം. കുറച്ച് കഴിയുമ്പോൾ ഇത് അഭിഷേകമാകും. ഇപ്പോൾ ആൻസിയുടെ ഒരു സാക്ഷ്യം കേട്ടപ്പോഴേക്കാൾ തോന്നിയത്, ആൻസിക്ക് ഭയങ്കര പേടിയാണ് വണ്ടി ഓടിക്കാൻ ഭയങ്കര പേടിയാണ്. പിന്നെ വിറക്കും പല പ്രശ്നങ്ങളാണ്. പക്ഷേ ഒരു പ്രാവശ്യം ഈ ഉടമ്പടി എടുത്തു കഴിഞ്ഞതിന് ശേഷം ഇവൾ ഈ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന അഭിഷേകമായിട്ട് കിട്ടും. പുസ്തകം നോക്കാതെ തന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്തെങ്കിലും ഇഷ്യൂ വന്ന ഉടനെ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന വായിന്ന് വരും. അതിന് അഭിഷേകം എന്ന് പറയുന്നത്. നമുക്ക് എന്തെങ്കിലും ഇഷ്യൂ വന്നാൽ, നമ്മളൊരു പ്രഗ്നൻസിയിൽ മകളുടെ പ്രസവത്തിന് പോയി നിൽക്കുകയാണ്. അപ്പോൾ അവളെ ഓപ്പറേഷൻ തിയേറ്റർ കയറ്റി, അപ്പോൾ അമ്മ പുറത്ത് നിൽക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ആരും പറയണ്ട, പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥനയും വിശ്വാസ പ്രമാണവും സ്വർഗ്ഗസ്ഥനായ പിതാവും നന്മ പറഞ്ഞ വഴിയൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് വരും. അതിനാണ് അഭിഷേകം എന്ന് പറയുന്നത്. അതിനാണ് പ്രയറിൻ്റെ പവർ സ്റ്റിയറിംഗ് എന്ന് പറയും. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെട്ടു. ഇപ്പോൾ ഇവളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പറയണത്, ഞാൻ ഇത്രയും പേടിച്ച് വേർത്തും ഭയപ്പെട്ടുമൊക്കെയാണ് ഞാൻ വണ്ടി എടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ ഞാൻ ഇപ്പോഴേ വണ്ടിയെ താക്കോല് ഇട്ട് തിരിക്കുമ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ അറിയാതെ ഞാൻ പ്രത്യക്ഷ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരിക്കും. പക്ഷേ എനിക്കറിയാം, ഞാനത് കുറച്ച് ഞാൻ മനസ്സിലാക്കണത്, ഞാൻ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരിക്കുമല്ല എന്ന്. അപ്പോൾ ഭയമെല്ലാം പോയി. പ്രയർ അഭിഷേകമായി കഴിഞ്ഞാൽ ഭയം പോകും. ഭയത്തെ കളയാൻ ഏറ്റവും നല്ല കാര്യം. ഇപ്പോൾ എന്ത് വിഷയമായാലും നിങ്ങളിത് അഭിഷേകമായി ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവ് ദൈവമേ, പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥനയും അനുബന്ധ പ്രാർത്ഥനകളും അഭിഷേകമാകാൻ എന്നെ ആശീർവദിക്കണമേ. ഹല്ലേലൂയ. വിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. അപ്പോൾ നിങ്ങൾ ഈ ഉടമ്പടി 1ഉം 2ഉം ഒക്കെ പുതുക്കിയവരില്ലേ? ഇപ്പോൾ ഉടമ്പടി സിൽവർ ഗ്രേ നിങ്ങൾ കണ്ടോ? 10-12 പേർക്ക് ഇഷ്യൂ ചെയ്തിട്ടുണ്ട് ഉടമ്പടി സിൽവർ ഗ്രേ. എന്നുവെച്ചാൽ 4ാം കൊല്ലം ഉടമ്പടിയിൽ ജീവിക്കുന്നവരാണ് സിൽവർ ഗ്രേ വരേണ്ടത് ഫസ്റ്റ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഉടമ്പടി ജീവിത രീതിയാകും. ചിലപ്പോൾ 1 ലക്ഷം പേര് ഉടമ്പടി എടുത്താൽ ചിലപ്പോൾ 10 പേരൊക്കെ ആ മേഖല വരത്തുള്ളായിരിക്കും. ഇനി കൂടുതൽ വരാൻ സാധ്യതയുണ്ട്. കാര്യം ആൾക്കാർ ഒത്തിരി പേര് ഉടമ്പടി ജീവിത രീതി പോലെ എടുക്കുന്നുണ്ട്. കാര്യം അത് കൗതാശികമായിട്ട് ആൾക്കാരെ ശക്തിപ്പെടുത്തും, സഭയുമായിട്ട് ശക്തിപ്പെടുത്തും. അവൻ ഏത് സഭയാണ് വിശ്വസിക്കണം ആ സഭയിൽ അവനെ ശക്തിപ്പെടുത്തും. അങ്ങനെ കൃത്യതയോടുകൂടി ദൈവത്തിൻ്റെ കൂടെ സഞ്ചരിക്കുന്നത് ഏറ്റവും ഇസഡ് കാര്യങ്ങളിൽ. അതായത് നമുക്ക് ഇന്ന കാര്യമൊന്നുമല്ല, എന്ത് കാര്യവും നമുക്ക് കമ്മ്യൂണിക്കബിളാണ്. ഒരു മരിയ സ്പിരിച്വാലിറ്റി ഫോളോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഗുണം ഇതാണ്. അമ്മയ്ക്കൊന്നും നിസ്സാര ചെറിയ കാര്യങ്ങളല്ല. അമ്മ സന്തോഷിക്കണമൊക്കെ വലിയ കാര്യത്തിലായിരിക്കും, ചെറിയ കാര്യത്തിൽ സന്തോഷിക്കത്തില്ല. പക്ഷെ എന്നൊക്കെയല്ല, അതായത് അമ്മ സന്തോഷിക്കണമൊക്കെ
വലിയ കാര്യത്തിലാണ് സന്തോഷിക്കണത്. ചെറിയ കാര്യത്തിൽ നിങ്ങളും അതുപോലെ ഇരിക്കണം, ഞാനും അതുപോലെ ഇരിക്കണം. ചെറിയ കാര്യത്തിൽ ഇപ്പോൾ നമുക്കറിയാമല്ലോ, ഇപ്പോൾ ലൂക്കായുടെ സുവിശേഷം 1:49 എടുത്തേ. ലൂക്ക 1:49 ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. പറഞ്ഞേ, ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അപ്പൊ ശക്തനായ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കണം എന്ന് പറയുമ്പോഴേ അത് അതിന്റെ ഫീൽ എന്താണ്? സന്തോഷമാണ്. സന്തോഷത്തിലാണ് ഇത് പറയണത്. സന്തോഷത്തിന്റെ അടിസ്ഥാനം എന്താണ്? ലുക്ക 1:47 എടുത്തേ. ലുക്ക 1:47 എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അപ്പൊ അമ്മയുടെ ആനന്ദം എപ്പോഴും ക്രിസ്തുവിന്റെ അടിസ്ഥാനത്തിലാണ്. മനസ്സിലായില്ലേ? ശരീരത്തിന്റെ അടിസ്ഥാനത്തിലല്ല. ഒരു വിശ്വാസിയുടെ ആനന്ദം എപ്പോഴും ക്രിസ്തുവിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം. കാര്യം ക്രിസ്തുവിന് മഹത്വം ഉണ്ട്, നമുക്ക് ആനന്ദമുണ്ടാകും. ചിലപ്പോൾ നമ്മുടെ കാര്യത്തിൽ താമസിച്ചു പോയാലും, നമ്മുടെ രോഗം സുഖപ്പെടാതെ താമസിച്ചാലും, അതുവഴി നമ്മുടെ വിശ്വാസം വളർന്ന് ക്രിസ്തുവിന് മഹത്വം ഉണ്ടായി നമുക്കെന്താ ഉണ്ടാകണം? ആനന്ദം ഉണ്ടാകണം. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? അതായത് അമ്മയുടെ ആനന്ദം എങ്ങനെയാണ്? വലിയ കാര്യങ്ങളിലാണ് അമ്മ ആനന്ദിക്കണത്. ആ ആനന്ദത്തിന് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ചെറിയ കാര്യങ്ങളിൽ ആനന്ദത്തിന് കാരണമില്ല, അത് നിസ്സാരമായിട്ട് കരുതും. അതിൻ്റെ ഗുണം എന്താണെന്നറിയാവോ? വലിയ കാര്യങ്ങളിലാണ് ആനന്ദിക്കണമെന്നുണ്ടെങ്കിൽ സൈക്കോളജിക്കലി സ്പീക്കിംഗ് ആ വ്യക്തി വലിയ കാര്യങ്ങളിൽ ദുഃഖം ഉണ്ടാകത്തുള്ളവർക്ക് ചെറിയ കാര്യങ്ങൾ ദുഃഖം ഉണ്ടാകത്തില്ല. പിടിയിട്ടില്ലേ? വെരി സിമ്പിളാ. അമ്മയിൽ നിന്ന് കുറച്ച് പഠിക്കാനുണ്ട് നമുക്ക്. ഇപ്പം അമ്മയുടെ ഇപ്പം ലൂക്ക 1:49 എന്താ പറയണത്? ലൂക്ക 1:49 ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ഒന്ന് പറഞ്ഞു, ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ആനന്ദത്തോടെ അത് പറയുന്നതിന്റെ അടിസ്ഥാനം എന്താണ്? ലൂക്ക 1:47 എന്താണ്? എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അപ്പോഴേ അമ്മയുടെ ആനന്ദത്തിന്റെ അടിസ്ഥാനം രക്ഷകനായ ദൈവമാണ്. രക്ഷകനായ ദൈവം ആരാണ്? ക്രിസ്തുവാണ്. ക്രിസ്തുവിലുള്ള ആനന്ദമാണ് എല്ലാ വിഷയത്തിൻ്റെ ആനന്ദമായാലും ദുഃഖമായാലും അമ്മയുടെ ആത്മീയത്തിൻ്റെ അടിസ്ഥാനം ക്രിസ്തുവാണ്. അപ്പോൾ ക്രിസ്തുവിൽ മാത്രം ആനന്ദിക്കുന്ന കാരണം വലിയ കാര്യങ്ങൾ മാത്രമേ അമ്മയെ സന്തോഷിപ്പിക്കാൻ പറ്റത്തുള്ളൂ. ദാറ്റ് മീൻസ് ചെറിയ കാര്യങ്ങളിൽ അമ്മയ്ക്ക് സന്തോഷം അത്ര കണ്ട് പ്രാധാന്യം ഇല്ല എന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ എനിക്ക് അമ്മയുടെ ദുഃഖത്തിൻ്റെ നിലവാരവും. ചെറിയ കാര്യങ്ങളൊന്നും ദുഃഖിക്കത്തില്ല. നിങ്ങളിങ്ങനെ ആവശ്യമില്ലാതൊക്കെ മോങ്ങിക്കൊണ്ട് നടക്കുന്നതിൻ്റെ അർത്ഥം. ക്രിസ്തീയ ജീവിതം അങ്ങനെയാണ്, മനസ്സിലായില്ലേ? പട്ടിമങ്ങനെ പോലെ കാണാനില്ലാത്ത. ഇപ്പോൾ ഒരു പെണ്ണ് നേരത്തെ പറഞ്ഞു, എൻ്റെ മകള് ലൈൻ അടിച്ചവൻ്റെ കൂടെ പോയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നല്ല കാര്യം എന്ന്. എന്താ കാര്യം? നിനക്കിന് ഇപ്പം എൻ്റെ അവർ ചെറുക്കാൻ ആവശ്യമില്ല ഉണ്ടാ? ഇല്ല, തീർന്നു. ആ പ്രശ്നം തീർന്നു. എല്ലാ പ്രശ്നവും തിരിക്കണം നിനക്ക്. ഞാൻ പറഞ്ഞ് മക്കളെ പറഞ്ഞ് വിടരുത് കേട്ടാ. എന്താ ഇവിടെ എല്ലാത്തിനും മോങ്ങണ പാർട്ടിയാണ്. ഞാൻ പറഞ്ഞു നിൻ്റെ ഭർത്താവ് വെള്ളം അടിച്ചെന്നും പറഞ്ഞു നീ എൻ്റെ അടുത്ത് മോങ്ങിയില്ലേ കുറേ നാളായിട്ട്? ശരി, അപ്പോൾ ഇത് വെള്ളമോട് നിർത്തിയാ? ഇപ്പം ഇല്ല. മോങ്ങൽ നിർത്തിയാ? ഇല്ല. അല്ല പിന്നെ എന്താ മോങ്ങണത്? പറഞ്ഞു മനസ്സിലായില്ലേ? അതായത് നിങ്ങളിങ്ങനെ ഓരോ കാര്യത്തിനും കരയാൻ തുടങ്ങിയ മരണം വരെ കരയേണ്ടി വരും. കരയേണ്ടെന്ന് തീരുമാനിച്ച ക്രിസ്തുവിലെ പറഞ്ഞേ, ഞാൻ ക്രിസ്തുവിൽ തീരുമാനിക്കുന്നു. ഇതുപോലുള്ള കാര്യങ്ങൾക്ക് ഞാൻ കരയത്തില്ല. ക്രിസ്തു കൈമോശം വന്നാൽ മാത്രമേ ഞാൻ വലിയ വിഷമം പരിശുദ്ധ അമ്മയെ പോലെ പ്രകടിപ്പിക്കത്തുള്ളൂ. ആത്മാവേ പരിശുദ്ധാത്മാവേ സുവിശേഷത്തിന്റെ പക്വതയിലേക്ക് പരിശുദ്ധ അമ്മ പ്രകടിപ്പിച്ച ജീവിത സമീപനത്തിലേക്ക് ഉടമ്പടിയിലൂടെ എന്നെ ഉയർത്തണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, മരിയൻ എന്ന് പറയുന്നത് ഒരു ജീവിതം സമീപനവുമാണ്, അതുപോലെ തന്നെ ഒരു സംസ്കാരമാണ്. മരിയൻ ഒരു സ്വഭാവമാണ്. മരിയൻ സ്വഭാവം, മരിയൻ സമീപനം, മരിയൻ സംസ്കാരം. ഇതാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥമല്ല. ക്രിസ്തുവിനെ സ്വീകരിച്ച് ക്രിസ്തുവിനെ അടിസ്ഥാനമാക്കി മുന്നേറുന്ന മറിയത്തിൻ്റെ ജീവിത സമീപനങ്ങൾ നമ്മളെ സുവിശേഷ പക്വതയിലേക്ക് നയിക്കും. കൈയിടിച്ച് കർത്താവ് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും. ഇങ്ങനെ ദൈവസ്നേഹത്തോടെ ജീവിതത്തെ സുവിശേഷ വിഹിതമായി സമീപിച്ചുകൊണ്ട് ഈടുള്ള വിശ്വാസിയായി മാറുമ്പോൾ ആണ് അഭിഷേകം നമുക്ക് ലഭിക്കുന്നത്. ദൈവമായിട്ട് ഓൺലൈനായി കഴിഞ്ഞാൽ പിന്നെ അഭിഷേകം തുടങ്ങും.
അഭിഷേകം ആദ്യം അറിവായിട്ട് നമുക്ക് വരണത്. അറിവിൻ്റെ ആത്മജ്ഞാനം പ്രാപിക്കുമ്പോഴാണ്, അറിവിൽ ഒരു ഇന്ദ്രിയം കൂടി കയറുമ്പോൾ ആത്മാവിൻ്റെ ഇപ്പം അന്ധക്കരണം, അന്തർനേത്രം, അന്തർജ്ഞാനം എന്നൊക്കെ പറയത്തില്ലേ. അപ്പം ആന്തരിക മനുഷ്യൻ്റെ അവയവങ്ങൾ ദൈവത്തെ അറിയുന്ന സംവേദന ക്ഷമതയുള്ള സംവിധാനങ്ങൾ കൂടി അതിനകത്ത് പങ്കെടുക്കുമ്പോൾ ഈ അറിവൊക്കെ അഭിഷേകമായിട്ട് മാറും. അഭിഷേകമായി മാറിയാൽ എന്താ ഗുണം? നമുക്ക് വചനം ഇപ്പം തന്നെ കർത്താവ് ചോദിക്കണില്ലേ, അമ്മ രക്ഷപ്പെട്ടത് എവിടെയാണ്? വചനം അഭിഷേകപൂർവ്വം ഗ്രഹിക്കാൻ കഴിഞ്ഞപ്പോഴാണ് അമ്മ രക്ഷപ്പെട്ടത്. ഇപ്പോൾ ഈശോ എന്താ പറഞ്ഞത്? ഈശോ നോട്ടടിക്കണേ ചെയ്തത്. അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോഴും ഈശോ എന്താ പറഞ്ഞത്? എനിക്കും നിനക്കും എന്ത്, അല്ലേ? 2:4 അത് നിങ്ങൾ അമ്മയുടെ അടുത്ത് നെഗറ്റീവാണ് പറഞ്ഞിരിക്കണത്. പക്ഷെ അമ്മ അതിൻ്റെ അകത്ത് അഭിഷേകമുള്ളത് കൊണ്ടാണ് അത് പോസിറ്റീവായിട്ട് തിരിച്ചറിഞ്ഞത്. എന്താണ് ഇപ്പോൾ അമ്മ ഈശോയുടെ എന്താ പറഞ്ഞത്? 2:4 യോഹന്നാന്റെ സുവിശേഷം, അവർക്ക് വീഞ്ഞില്ല. അപ്പോൾ ഈശോ എന്താ തിരിച്ചു പറയണത്? അതിലെനിക്കും നിനക്കും എന്ത്, എൻ്റെ സമയം ഇനി സായി. അപ്പോൾ എൻ്റെ സമയം ഇനി ആയിട്ടില്ലെന്ന് പറയുമ്പോൾ അഭിഷേക വിധി പ്രകാരം അമ്മ എങ്ങനെയാണ് അത് ഗ്രഹിക്കണത്? അപ്പോൾ സമയം കഴിഞ്ഞിട്ടില്ല എന്നാണ്, മനസ്സിലായില്ലേ? അനുഗ്രഹത്തിൻ്റെ സമയം കഴിഞ്ഞിട്ടില്ല, ആയിട്ടില്ലെന്ന് പറയുമ്പോൾ ഈശോയും ഏതാണ്ട് ഇതേ രീതിയിലാണ് നിങ്ങൾ സുവിശേഷം വായിക്കണമെന്ന് ആഗ്രഹിക്കണത്. കർത്താവ് പറഞ്ഞു, നിയമത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു നീ അതെങ്ങനെ വായിക്കുന്ന? രണ്ട് വിഷയമാണ്. നിയമത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു? ഞങ്ങളൊക്കെ സെമിനാരി പഠിക്കുമ്പോൾ എഴുതിയിരിക്കുന്ന കാര്യത്തിന് ഇവർ ബുദ്ധി കൊണ്ട് ആലോചിച്ച് അതിൻ്റെ സിക്സിൽ ലൈബൺ, പിന്നെ അതിൻ്റെ ജീവിത സാഹചര്യം, അതിൻ്റെ ഹെർമനോട്ടിക്സ്, അതിൻ്റെ എറ്റിമോളജി, അവൻ്റെ ജിയോഗ്രഫി, ഇങ്ങനെ കുറേ കാര്യം ഒന്നും ആവശ്യമില്ല, പല കാര്യവും ആവശ്യമില്ലാത്തതാണ്. കാര്യം അതിനകത്ത് ക്രിസ്തുവിനെ അറിയാൻ ഇതൊന്നും ആവശ്യമില്ല. പക്ഷേ ഞങ്ങൾക്ക് പഠിക്കാതെ നിർത്തിയില്ല, അതുകൊണ്ട് ഞങ്ങൾ പഠിച്ചു. പക്ഷേ അത് പോട്ടെ, ഞാൻ എന്നെ കുറ്റപ്പെടുത്തുന്നില്ല. അതൊരു സ്കോളാസ്റ്റിക് അക്കാഡമിക് ലെവലാണ്. എൻ്റെ അക്കാഡമിക് ലെവലിനെക്കുറിച്ചല്ല ഞാൻ സംസാരിക്കുന്നത്. ഇതിൻ്റെ വചനത്തിൻ്റെ അഭിഷേക ലെവലുണ്ട്, അത് വേറെയാണ്. അത് നമ്മൾ ദൈവസ്നേഹത്താൽ കർത്താവിന് വേണ്ടി ജീവിക്കാൻ തീരുമാനിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം, സുവിശേഷ ജീവിതം, സാക്ഷ്യ ജീവിതം ദൈവം അംഗീകരിക്കുമ്പോൾ ദൈവം നിങ്ങൾക്ക് തരുന്ന ബോധ്യമാണ് അഭിഷേകമായിട്ട് മാറണത്. അതാണ് ഈശോ ചോദിക്കുന്നത്. 12:26 ലൂക്കാന്റെ സുവിശേഷം 10:26. അവൻ ചോദിച്ചു നിയമത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു? നിത്യജീവൻ പ്രാപിക്കാൻ. ചോദ്യം ഇതാണ്. അവൻ ചോദിച്ചത് എന്താണ്? നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ ഈശോ ചോദിച്ചത് എന്താണ്? തിരിച്ച് അവൻ ചോദിച്ചു നിയമത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു? നീ എന്തു വായിക്കുന്നു? അത് പ്രസക്തമല്ല. അത് ശരിക്കും പറഞ്ഞാൽ നിയമത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു ചോദിക്കുമ്പോൾ ദാറ്റ് ഈസ് ക്ലിയർ. നീ എന്ത് വായിക്കുന്നു എന്ന് പറയണത്, നിയമത്തിൽ എന്ത് എഴുതിയാലും വചനം നമുക്കറിയാവില്ല, ആകാശം ഭൂമിയും കടന്നു പോയാലും ഞാൻ പറഞ്ഞ വചനങ്ങൾക്ക് മാറ്റമുണ്ടാവത്തില്ല. എല്ലാ മനുഷ്യ ജീവിത സാഹചര്യവും ഒന്നല്ല, പലതരത്തിലുള്ള ജീവിത സാഹചര്യങ്ങളോട് ഒരുമിച്ച് വചനം ഇൻട്രാക്ട് ചെയ്യും. കൈയിട്ടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. പരമദിവ്യകാരുണ്യത്തിന് എൻ്റെ മക്കൾ, ഇതുപോലെ തന്നെ ഒരു അഭിഷേക നിലവാരമുണ്ട്. ഞാൻ പറഞ്ഞത് നിങ്ങൾ ഉടമ്പടിയിൽ നിന്ന് വിട്ടു പോരുതെന്ന് പറയാനുള്ള ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇപ്പോൾ ഉടമ്പടി ക്രമപ്രകാരമുള്ള ചിട്ടപ്പടി നിങ്ങൾ കൃപാസനത്തിൽ വരണമെന്നോ അല്ലെങ്കിൽ കൃപാസനത്തിൽ തന്നെ കെട്ടിക്കേട്ട് കാണാത്ത കയറി ഇവിടെ കെട്ടിയിടണമെന്നുള്ള നിങ്ങളുടെ മനസ്സിൽ, നിങ്ങൾ ഉടമ്പടി വന്നില്ലെങ്കിലും ഇവിടെ ഈ ഉടമ്പടിയുടെ ലൈഫിൻ്റെ കാലം കഴിഞ്ഞാലും നിങ്ങളെ ഹൃദയത്തിൽ ഇത് ഫോളോ ചെയ്തുകൊണ്ട് പോകണം. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ദൈവസ്നേഹത്തോടെ, കാര്യം വളരെ പക്വതയുള്ള മാതൃകാപരമായ സത്യസന്ധമായ ദൈവം അംഗീകരിക്കുന്ന 10,000 അനുഭവ സാക്ഷ്യങ്ങളുള്ള, നമുക്കറിയാവില്ല വിശ്വാസത്തിൻ്റെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ PSCയുടെ ഒരു ചെയർമാൻ ഉണ്ടായിരുന്നല്ലോ ഇവിടെ, രാധാകൃഷ്ണൻ സാർ അല്ലേ? രാധാകൃഷ്ണൻ സാർ ഇപ്പോൾ ഇവിടെ ഒരു ഭയങ്കര വിവാദം നടന്നുകൊണ്ടിരിക്കുകയല്ലേ? ഷംസീർ ഒരു വിവാദം ഉണ്ടാക്കി. നിങ്ങൾ പത്രം വായിക്കുന്നുണ്ടോ? എന്താ വിവാദം? എന്താണ്? ഗണപതി പ്ലാസ്റ്റിക് സർജറി ചെയ്തതെന്നും പറഞ്ഞ് അങ്ങനെ ഉണ്ടാക്കിയതാണെന്ന് പറയാം. അദ്ദേഹത്തിന് പറയേണ്ട ആവശ്യമൊന്നും ഇല്ല ശരിക്കും പറഞ്ഞാൽ. കാരണം അദ്ദേഹത്തെ മതത്തെ നല്ല ശരിക്കും ഉയർത്തി പറയുന്ന ആളാണ്. അപ്പോൾ മറ്റുള്ളവരെ താഴ്ത്തി പറയേണ്ട കാര്യമില്ല. പക്ഷേ താഴ്ത്തി പറഞ്ഞാണെന്ന് ഞാൻ കരുതണില്ല. എന്താ കാര്യത്തിന്? അദ്ദേഹവും ഞാനുമായിട്ടൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു കഴിഞ്ഞ ഒരു മാസം മുമ്പ്, അദ്ദേഹം അധ്യക്ഷനായിട്ട്. അപ്പോൾ അദ്ദേഹം അന്ന് ഉദ്ഘാടനമായിട്ട്. അപ്പോൾ അന്ന് ഷംഷീർ പറഞ്ഞത്, ബഹുമാനപ്പെട്ട സ്പീക്കർ പറഞ്ഞത് മുഴുവനും ശാസ്ത്ര കാര്യങ്ങളാണ് പറഞ്ഞത്, AI-യെക്കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ അവളുടെ നേച്ചറാണത്. എല്ലാ സ്ഥലങ്ങളിലും പോയി കുഞ്ഞുങ്ങളിലും ശാസ്ത്രീയ ബോധം ഉണ്ടാക്കാൻ വേണ്ടി പുള്ളി സംസാരിക്കും. പുള്ളി എവിടെ സംസാരിച്ചാലും ശാസ്ത്രത്തിൻ്റെ ഒരു പങ്ക് അതിനകത്ത് ഉണ്ടാകും. ആ രീതിയിൽ പറഞ്ഞു പോയതാണ് സംഭവം. അല്ല പുള്ളി മോശം ഉദ്ദേശിച്ച് ഏതെങ്കിലും ഒരു മതത്തെ ഉപദ്രവിക്കണമെന്ന കാര്യത്തിൽ കൂടി പറഞ്ഞതല്ല. പുള്ളി അങ്ങനെ ശാസ്ത്രീയമായിട്ടാണ് കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കേണ്ട രീതിയാണത്. പക്ഷേ എന്താ പറ്റിപ്പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളിക്കാരൻ ഒരു നല്ല അദ്ദേഹത്തിൻ്റെ മതത്തിൽ സുന്ദരമായിട്ട് വിശ്വസിക്കുന്ന ആളാണ്. അപ്പോൾ മറ്റുള്ളവരുടെ മതത്തിന് അങ്ങനെ സംസാരിക്കുമ്പോൾ ഈ സാധനം തന്നെ പ്രധാനമന്ത്രി പണ്ട് പറഞ്ഞിട്ടുണ്ട് സെമിനാറിൽ, സെയിം തിങ്. അന്ന് ആർക്കും പ്രശ്നം ഉണ്ടായിരുന്നില്ല.
കാര്യം സ്വന്തം വീട്ടിലുള്ളവർ അമ്മയൊക്കെ പറഞ്ഞാലും മക്കളെ തല്ലിയാലും മക്കൾക്ക് പ്രശ്നമുണ്ടോ? ഇല്ല. അതാണ് പ്രശ്നം. അപ്പോൾ ഇത് പറയുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട സ്ഥലത്തിരിക്കുന്നവർ സൂക്ഷിക്കേണ്ടതാണ്. പക്ഷേ അതിൻ്റെ കമൻറ്റ് വായിക്കുമ്പോൾ നമുക്കൊരു മനസ്സിലാവും. കമൻറ്റ് താഴെ ഈ വിഷയത്തിൻ്റെ താഴെ കമൻറ്റുകളുണ്ട്. എന്താണ് അവസാനം വന്നപ്പോൾ എന്താ വന്നത്? ശാസ്ത്രം ഒരു സ്ഥലത്ത്, പിന്നെ എന്താണ് മിത്ത് അല്ലെങ്കിൽ വിശ്വാസം എന്ന് പറഞ്ഞ രീതിയിൽ ആ രീതിയിലാക്കി കളഞ്ഞ ആൾക്കാർ ഒരു സ്ഥലത്ത്. അപ്പോൾ ഭയങ്കര കോമ്പറ്റീഷൻ ആയിരുന്നു ഇവിടുത്തെ. അപ്പോൾ അതിനകത്ത് ഒരു കമൻറ്റ് ഇതാണ്, അതായത് ശാസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താ? അമ്മ പറയാണ് ഇതാണ് നിൻ്റെ അപ്പനെന്ന് പറയണത് നമ്മുടെ വിശ്വാസം. അതാണ് വിശ്വാസം എന്ന് പറയണത്. അമ്മ പറയണത് ഇതാണ് നിൻ്റെ അപ്പൻ. ഞാൻ കുഞ്ഞുനാൾ മുതൽ അപ്പനെന്ന് വിശ്വസിച്ച് പോവുകയാണ്. അതാണ് എൻ്റെ വിശ്വാസം. പക്ഷേ എനിക്കൊരു സംശയം തോന്നിയപ്പോൾ ഞാൻ DNA ടെസ്റ്റിന് പോയി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് അപ്പനല്ലെന്ന്. അത് ശാസ്ത്രം. കമൻറ്റ് അതായത് ഈ മനുഷ്യൻ കേരളം ഒത്തിരി സാക്ഷരത വളർന്നു. അപ്പോൾ എല്ലാ വിഷയങ്ങൾക്കും ആൾക്കാർക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്താ, അപ്പോൾ ഞാനിത് കമൻറ്റ് നോക്കിയപ്പോൾ അമ്മ പറഞ്ഞത് വിശ്വാസം, DNA ടെസ്റ്റ് നടത്തിയപ്പോൾ അല്ലെന്ന് തെളിഞ്ഞത് ശാസ്ത്രം. അപ്പോൾ ഇവിടെ ഒരു വിഷയം വരാൻ പോണത്, DNA ടെസ്റ്റ് നടത്താൻ ആഗ്രഹമുള്ള ആർക്കാണ്? അപ്പനെ സംശയമുള്ള ആൾക്കാരല്ലേ? നമുക്ക് സൃഷ്ടിച്ച ദൈവമാണെന്നൊരു സംശയം നമുക്കില്ലല്ലോ, ഇല്ലേ? അപ്പനെ സംശയമുള്ള ആൾക്കാർ DNA ടെസ്റ്റ് നടത്തും. യുക്തി കൊണ്ട് കാര്യങ്ങളെ കാണാൻ പോകുന്ന ആൾക്കാർ ദൈവത്തിൻ്റെ കാര്യത്തിൽ പോലും ശാസ്ത്രം ഉപയോഗിക്കും. ദൈവം ശാസ്ത്രത്തിൻ്റെ പരിധി വരുന്ന സബ്ജക്റ്റ് അല്ല. ദൈവം ശാസ്ത്രത്തിൻ്റെ പരിധി വരുന്ന സബ്ജക്റ്റ് അല്ല. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ദൈവം വിശ്വാസത്തിൻ്റെ പരിധി വരുന്ന സബ്ജക്റ്റാണ്. അതുകൊണ്ട് രാധാകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത്, രാധാകൃഷ്ണൻ സാറ് PhD ചെയർമാനാണ്, വിശ്വാസികളുടെ അടിസ്ഥാനം എന്താണ്? അനുഭവങ്ങളാണെന്ന്. അനുഭവങ്ങളാണ് ഈ ഓരോ മതത്തെയും നിലനിർത്തുന്നതും അതിനെ ഉയർത്തുന്നതുമെല്ലാം ആ വിശ്വാസികളുടെ അനുഭവങ്ങളാണ്. അനുഭവങ്ങൾ സംസാരിച്ചോളും. ഇപ്പോൾ കത്തോലിക്ക സഭയുടെ നിലപാട് എന്താണ്? അനുഭവമാണെങ്കിൽ പോലും അത് ശാസ്ത്രീയമായിരിക്കണമെന്നാണ്. അതാണ് കൃപാസനം ഹോൾഡ് ചെയ്യണതാണ്. അതുകൊണ്ടാണ് ഞാൻ നമ്മുടെ കൃപാസനത്തിൻ്റെ അനുഭവമാണെങ്കിൽ പോലും അത് ശാസ്ത്രീയമായിരിക്കണം. അതുകൊണ്ട് നമ്മുടെ ഡിസ്ക്ലൈമർ നോക്കിയാൽ മതി. നിങ്ങൾ കൃപാസനം 10 താഴെ അറിയിപ്പുണ്ട്. നിങ്ങളിവിടെ സാക്ഷ്യം പറഞ്ഞാൽ അത് തെളിയിക്കാനുള്ള ഉത്തരവാദിത്തം സാക്ഷ്യം പറയുന്ന ആളിനാണ്. താല്പര്യം എന്താണ്? അത് എവിഡൻസ് എന്ന് പറയും. നമുക്കറിയാമല്ലോ, അതായത് ഒരു വിഷയത്തിന് അതിൻ്റെ ഇപ്പോൾ ഉദാഹരണം എന്താണ്? അനുമാനം. നമ്മളെല്ലാവരും അനുമാനത്തിൽ എത്തിച്ചേരുകയാണ്. അനുമാനം എന്ന് പറയും, ഇൻഫറൻസ് എന്ന് പറയും. ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ വിശ്വാസത്തെ പോലും ഈ സാക്ഷ്യത്തെ പോലും ഉള്ള എന്താ വർക്ക് ചെയ്യണത്? അനുമാനങ്ങളാണ് വർക്ക് ചെയ്യണത്. ചില ആൾക്കാർക്ക് തൊട്ടനുഭവമുണ്ട്, ചില ആൾക്കാർക്ക് കണ്ടനുഭവങ്ങളുണ്ട്. അവരോടത് മാറാൻ പറഞ്ഞാൽ മാറുക. പെടൽ പോയാലും അവർ നിൽക്കും, ഇല്ലേ? മണിപ്പൂർ പെടൽ ചെത്തിയെടുത്തിട്ട് ആ കാട്ടിക്കിടന്ന് അലരിയ പറഞ്ഞിട്ടില്ലേ? അതാണ് വിശ്വാസം. അതിനെ തൊടാൻ പറ്റുമോ? നിങ്ങളുടെ തോക്കിനോ നിങ്ങളുടെ വാളിനോ ഒരു വിശ്വാസിയുടെ നെഞ്ചത്തിട്ട് ഒന്നും ചെയ്യാനില്ല. ഈ ശരീരം കുത്തിക്കയറാൻ തരും. അപ്പോഴാണ് ഈശോ പറഞ്ഞത്, ഡിസ്ട്രോയ് ദിസ് ടെമ്പിൾ, ഐ വിൽ റീബിൽഡ് വിത്ത് ഇൻ 3 days. അതാണ് വിശ്വാസം. നീ ഇത് ഈശോ തന്നെ പറഞ്ഞില്ലേ, നീ ദേവാലയം നശിപ്പിക്കുക, തൻ്റെ ശരീരത്തെക്കുറിച്ച് ഞാൻ അത് 3 ദിവസം കൊണ്ട് പുനരുദ്ധരിക്കാം. അപ്പോൾ വിശ്വാസം എന്ന് പറയുന്നത് പുനരുദ്ധാനത്തിൻ്റെതാണ്. ഏത് തകർച്ച ചെയ്യുന്നു അവൻ പുനരുദ്ധരിച്ച് വരും. ഏത് തകർച്ച ചെയ്യുന്നു. ഇപ്പോൾ മണിപ്പൂരെ സംബന്ധിച്ചിടത്തോളം വളഞ്ഞു വെച്ച് ആക്രമിക്കുന്നു. ഇപ്പോൾ തന്നെ അവിടുത്തെ ബിഷപ്പ് പറയുന്നത് എതിരായിട്ടാണ് കർദിനാൾ പറയണത്. കർദിനാൾ ഓൾസോൾഡ് പറയുന്നത് അത് വർഗീയ വംശ സമരമാണെന്ന് പറയും. അവിടുത്തെ ബിഷപ്പ് പറയും അങ്ങനെയല്ല, വിശ്വാസികളെ വളഞ്ഞു വെച്ച് ഉപദ്രവിക്കുന്നുണ്ടെന്ന് പറയും. അപ്പോൾ നമ്മൾ ആരെ വിശ്വസിക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ? ഇപ്പോൾ ഇതുപോലെ കൺഫ്യൂഷൻസ് ഉണ്ടാക്കി വരുന്നുണ്ട്. പക്ഷേ എന്ത് കൺഫ്യൂഷൻസ് ഉണ്ടായാലും കർത്താവ് കൺഫ്യൂഷൻ ഇല്ലാത്തൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കങ്ങളുണ്ടാകും, ഇല്ലേ? എങ്കിലും ധൈര്യമായിരിക്കുവിൻ, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം യേശുക്രിസ്തു ജീവനെ പുനരുദ്ധരിച്ചവനാണെങ്കിൽ അവൻ്റെ പുനരുദ്ധാനത്തെ വിശ്വസിച്ചുകൊണ്ട് കോടിക്കണക്കിന് മനുഷ്യരെ ഇന്ന് വരെ ജീവിച്ച് വന്നിരിക്കുന്നത് വിശ്വാസത്തിൻ്റെ കൂടെ അവൻ ജീവിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് ഈശോ പറഞ്ഞു, ഐ വിൽ ബി വിത്ത് യു അൺടു ദ ലാസ്റ്റ്. അന്ത്യം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. അത് കാട്ടിലാണെങ്കിൽ കാട്ടിൽ, മലയടിവാരത്തിലാണ് മലയടിവാരത്തിൽ, കടലിൽ. ഐ വിൽ നോട്ട് ഇൻ എനി വേ ഡിസോൺ യു. ഞാൻ നിന്നെ ഒരു കാലത്തും നിന്നെ പുറന്തള്ളുകയില്ല. എൻ്റെ സഹോദരങ്ങൾ എന്നെ ശ്രദ്ധിക്കണം. നിങ്ങൾക്കിവിടെ പാല്, അതുപോലെ തന്നെ കഞ്ഞ്, റിയൽറ്റീസ്, വസ്തു വിൽപ്പന, ജോലി, വീട്, വിവാഹം എന്നും കൊന്നും നിങ്ങളിതെല്ലാം കിട്ടുമ്പോഴേ ഇതാണ് ക്രിസ്തുവെന്ന് നിങ്ങൾ ധരിക്കരുത്. ഇതെല്ലാം ക്രിസ്തുവിൻ്റെ നിങ്ങളുടെ സ്നേഹമാണ്. പക്ഷേ നിങ്ങൾക്ക് ക്രിസ്തുവിനോട് സ്നേഹം ഉണ്ടെങ്കിൽ അത് ഇതിലല്ല തീർക്കേണ്ടത്. അത് നിങ്ങൾ ക്രിസ്തുവിന് വേണ്ടി നിത്യതയെ സ്നേഹിച്ചുകൊണ്ട് ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാൻ തീരുമാനിച്ചുകൊണ്ടാണ്. ശ്രുതിക്കട്ടെ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ക്ഷമിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും